ഒരു ചെറിയ ഇടപാട്. ഞാൻ നിങ്ങളോട് പുറത്തുപോയി ഒരു വീട് കണ്ടെത്താൻ പറയുന്നു. വളരെ വലിയ വീടുകളാണ് ഇവിടെയെന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നിങ്ങൾ അതിൽ നിന്നൊരു കൊട്ടാരം കണ്ടെന്ന് കരുതുക. ഒരു വലിയ മാളിക തന്നെ. എന്നിട്ട് നിങ്ങൾ അതിൻ്റെ ഉടമസ്ഥനിൽ നിന്നോ ബ്രോക്കറിൽ നിന്നോ അതിൻ്റെ വില അന്വേഷിക്കുന്നു. 1 കോടിയാണെന്ന് മനസ്സിലാക്കി എന്ന് കരുതുക. എന്നാൽ ഇന്ന് നിങ്ങളുടെ ഭാഗ്യദിനമായതിനാൽ അത് 1 രൂപയ്ക്ക് വിൽക്കപ്പെടുന്നു എന്ന് കരുതുക. അതായത് 1 കോടി വിലമതിക്കുന്നത് കേവലം നിങ്ങൾക്ക് 1 രൂപയ്ക്ക് കിട്ടുന്നു. 1 രൂപ കൊടുത്താൽ 1 കോടിയുടെ മാളിക. ഇതൊരു ആദായമായി നിങ്ങൾക്ക് തോന്നുകയില്ലേ? ഇത് നിങ്ങളെ മത്ത് പിടിപ്പിച്ചാലും ആദായമായി തന്നെ നിങ്ങൾക്ക് തോന്നും, ശരിയല്ലേ? താങ്ക്സ് ഗിവിംഗ് ദിനത്തിന് ശേഷമുള്ള ബ്ലാക്ക് ഫ്രൈഡേയിൽ ഒരിടപാട് നടക്കാൻ ഓരോരുത്തരും ഇത്തരത്തിൽ എത്ര കഷ്ടപ്പെടുന്നുണ്ടെന്ന് നമുക്കറിയാം. വാൾമാർട്ടിൽ കച്ചവടം നടക്കാനായി എല്ലാ വർഷവും ഒരാളെങ്കിലും കൊല്ലപ്പെടുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. അതങ്ങനെയാണ്. മനുഷ്യൻ ഇടപാടുകൾ നടത്താൻ പൊതുവെ പ്രേരണ കൂടുതലാണ്. അവൻ ഏത് ശരീരം കുച്ചുന്ന തണുപ്പത്തും ബെസ്റ്റ് ബേയുടെ പുറത്തു നിൽക്കും. എന്തിനധികം ഒരു ലാപ്ടോപ്പ് ലാഭത്തിന് കിട്ടാനായി അതിന് മുന്നിൽ ക്യാമ്പടിച്ച് പാർക്കുന്നവർ വരെയുണ്ട്. ഒരിക്കൽ ഒരു സ്ത്രീ ഒരു ഗദയെടുത്തുകൊണ്ട് വാൾമാർട്ടിന് ഇത്തരത്തിൽ മുന്നിലെത്തി. കാരണം അവൾക്ക് ഒരു വീഡിയോ ഗെയിം ആദ്യം സ്വന്തമാക്കണമായിരുന്നു. ഇതാണ് ആളുകളുടെ ആദായ വിൽപ്പനയോടുള്ള മാനസികാവസ്ഥ. എന്തിനാണ് ഞാനിതിവിടെ പറയുന്നത്? കാരണം അള്ളാഹു നമ്മളോട് ഇത്തരത്തിലൊരു ഇടപാട് നടത്തുന്നുണ്ട്. നമ്മുടെ സ്വഭാവം അറിയുന്ന അള്ളാഹുവിൻ്റെ കരാറിലേക്ക് നോക്കൂ. ഞാൻ മറ്റുള്ള സൃഷ്ടികളെ സഹായിച്ചാൽ അള്ളാഹു എന്നെ സഹായിക്കുന്നു. മറ്റുള്ളവർക്ക് ഞാൻ എന്തെങ്കിലും സമ്മാനിക്കുമ്പോൾ അള്ളാഹു തിരിച്ച് എനിക്ക് സമ്മാനിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1 കോടിയുടേത് 1 രൂപയ്ക്ക് കിട്ടുന്നത് പോലെ വൻ ലാഭകരമായ ഒരു ഇടപാടാണിത്. അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലത്തെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ. ഒരു ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയുന്നുണ്ട്: അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും പ്രിയപ്പെട്ട ആൾ മറ്റുള്ളവർക്ക് പരോപകാരിയായ വ്യക്തിയാണ്. നമ്മൾ കേവലം 1 കോടിയുടെ മാളികയെക്കുറിച്ചല്ല സംസാരിക്കുന്നത്, മറിച്ച് അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന പ്രതിഫലത്തിൻ്റെയും സ്നേഹത്തിനെയും കുറിച്ചാണ് സംസാരിക്കുന്നത്. അതെനിക്ക് ലഭിക്കുന്നതോ മറ്റുള്ളവർക്ക് കൈത്താവാവുന്നത് കൊണ്ട്. ഒരുപക്ഷെ വളരെ എളുപ്പത്തിൽ എനിക്കത് ചെയ്യാൻ കഴിയും, ചെറിയ എന്തെങ്കിലും കാര്യം. എന്നാൽ ആ ചെറിയ കാര്യത്തിന് പ്രതിഫലമായി എനിക്ക് അള്ളാഹു നൽകുന്നത് അപാരമായ സമ്മാനങ്ങളാണ്. 1 കോടിയൊന്നും ഒന്നുമല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറയുന്നു: ആവശ്യക്കാരനെ നിങ്ങൾ സഹായിക്കുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ അള്ളാഹു നിങ്ങളെ സഹായിക്കും. അതെ, അള്ളാഹുവിൻ്റെ കൈത്താങ്ങ് നിങ്ങളിൽ വർഷിക്കും. ഞാൻ രാഷ്ട്രപതിയെക്കുറിച്ചല്ല പറയുന്നത്, മറ്റ് രാഷ്ട്രീയ നേതാക്കളെക്കുറിച്ചുമല്ല. ഞാൻ അള്ളാഹുവിനെ കുറിച്ചാണ് പറയുന്നത്, ഈ പ്രപഞ്ചത്തിൻ്റെ തന്നെ നാഥനെക്കുറിച്ച്. നിങ്ങളൊരാളെ സഹായിച്ചാൽ അദ്ദേഹമാണ് നിങ്ങളെ സഹായിക്കാൻ പോകുന്നത്. ഹദീസ് തുടരുന്നത് ഇങ്ങനെയാണ്: മറ്റുള്ള സൃഷ്ടികളോടുള്ള നിങ്ങളുടെ പ്രവൃത്തി അനുസരിച്ചായിരിക്കും അള്ളാഹു നിങ്ങൾക്ക് പ്രതിഫലം നൽകുക. അതായത് ആവശ്യ സമയത്ത് ഒരാളെ സഹായിച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ അള്ളാഹു നിങ്ങളെ സഹായിക്കും. ഒരാളെ ഒരു പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയാൽ ഗൗരവപ്പെട്ടതാണിത്. നമ്മളെല്ലാവരും ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ എന്തായാലും പെടാൻ സാധ്യതയുണ്ട്. ഒരു നിമിഷത്തിലേക്ക് ഈ ലോകത്തിലെ ബുദ്ധിമുട്ടുകൾ മറന്നേക്കൂ. അതിലും ഗുരുതരമായ മറ്റൊന്നിനെക്കുറിച്ചാണ് ഞാനിനി പറയാൻ പോകുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇനി വരാനിരിക്കുന്ന ജീവിതത്തെക്കുറിച്ച്. അള്ളാഹുവിൻ്റെ വിധി നിർണയ രാവ് അതീവ ഗൗരവമുള്ളതാണ്. നമുക്കറിയാം, നമ്മൾ അള്ളാഹുവിൻ്റെ മുന്നിൽ വരിവരിയായി നിർത്തപ്പെടും. അത് കൃത്യമായും ബുദ്ധിമുട്ടുള്ള ദിനമായിരിക്കും. അന്നും അള്ളാഹു ഇപ്രകാരം പറയും: ഈ ജീവിതത്തിൽ നിങ്ങൾ ആരെയെങ്കിലും സഹായിച്ചാൽ പകരമായി നിങ്ങൾ ആഗ്രഹിക്കുന്ന നിമിഷത്തിൽ അള്ളാഹുവിൻ്റെ സഹായം വന്നെത്തും. ഞാനും നിങ്ങളും അള്ളാഹുവിൻ്റെ കാരുണ്യത്തിനായി തീക്ഷണമായി കൊതിക്കുന്നവരാണ്. ചിലപ്പോൾ നമ്മളിത് മറക്കും. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്: ഒരിക്കലും ഒരാൾ അയാളുടെ പ്രവൃത്തിയുടെ ബലത്തിൽ മാത്രമായി സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല, അള്ളാഹുവിൻ്റെ കാരുണ്യം കൂടാതെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുയായികൾ റസൂലിനോട് ചോദിച്ചു: റസൂലരെ, താങ്കൾക്കും അങ്ങനെ തന്നെയാണോ? താങ്കളെപ്പോലും ഇത് ബാധിക്കുമോ? അദ്ദേഹം ഉത്തമനായ മനുഷ്യനാണ്, ഒരു മനുഷ്യനാവാൻ പറ്റുന്നതിൽ മികച്ചവൻ. എന്നിട്ടും പറഞ്ഞു: അതെ, എനിക്കും. അതായത് മുഹമ്മദ് നബിക്ക് പോലും അള്ളാഹുവിൻ്റെ കാരുണ്യം ആവശ്യമാണെങ്കിൽ നമ്മുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ. ഇതിൽ നിന്ന് മുക്തമാകാൻ അള്ളാഹു സുബ്ഹാനഹു തആല കാണിച്ചു തന്ന ഒരു എളുപ്പ വഴിയാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യവും സഹായവും ലഭിക്കാൻ മറ്റുള്ളവരെ സഹായിച്ചാൽ മതിയാകും. കൂടെയുള്ളവരോട് കാരുണ്യവും കാണിച്ചാൽ മതിയാകും. ആവശ്യക്കാരന് നൽകിയാൽ നാളെ അള്ളാഹു നിങ്ങൾക്ക് അപാരമായ അനുഗ്രഹങ്ങൾ ചൊരിയും. ഇതല്ലേ അപ്പോൾ ശരിയായ ആദായ വിപണി? 1 കോടിയുടെ വീട് 1 രൂപ കിട്ടുന്നതല്ല, അനന്തമായ അള്ളാഹുവിൻ്റെ പ്രതിഫലമാണ് ഇവിടെ കിട്ടുക.